ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഇന്ന വാഹുവാത്തുഹൊക്കെ പറഞ്ഞു അല്ലേ. ഇന്നയും ഇന്നയുടെ അല്ല എല്ലാം പറഞ്ഞു. പിന്നെ അതൊക്കെ എങ്ങനെയാണ് ആ ജുംലയിൽ കയറുക, അതിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ 10ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അസ്മാ ഉൽ ഹംസ എന്നിട്ട് 5 നാമങ്ങൾ. 5 നാമങ്ങൾ എന്നിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നോക്കണേ. 5 നാമങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് ഏതൊക്കെയാ? അബുൻ, അഹുൻ, ഹമുൻ, ദു, ഫു. അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ, അഹുൻ സഹോദരൻ, ഹമുൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഫാദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോക്കും പറയുന്നതാണ്, ഇതിലെ ബുക്കിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ. ശരിക്കും ഫമുൻ എന്നാണ് വായന പറയുക. ഈ ഫൂന്നും പറയും, 2 രീതിയിലും പറയും. അപ്പോൾ ഫൂ വരുമ്പോൾ അത് അസ്മാഉൽ ഹംസയിൽ വരും. പിന്നെ ദൂ എന്ന് പറഞ്ഞാൽ ഉള്ള, ഉടമസ്ഥത എന്നൊക്കെ അർത്ഥമാണ് എന്തിന്? ദൂവിന്. ഇതിനെ പറയാം 5 സ്പെഷ്യൽ നൗൺസാണ്, 5 നാമങ്ങൾ ആണ്. അൽ അസ്മാ ഉൽ ഹംസ. ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയായിരുന്നു? അത് റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടും യാ കൊണ്ട് ജറും അലിഫ് കൊണ്ട് നസ്ബും ചെയ്യുന്നത്. എപ്പോഴും റഫ് ചെയ്യണതല്ല കേട്ടോ, ഇത് മുലാഫായിട്ട് വരുമ്പോൾ മാത്രം. ഇപ്പോൾ ഉപ്പ വന്നു എന്ന് നമ്മൾ എങ്ങനെ പറയാ? ജാ അബുൻ. അവിടെ നമ്മ കൊണ്ട് തന്നെ ഒരു വ്യത്യാസമല്ല. എന്നാൽ നിന്റെ ഉപ്പ വന്നു എന്ന് പറയുമ്പോഴാ ജാ അബൂക്ക. ബിലാലിൻ്റെ ഉപ്പ വന്നു, ജാ അബൂ ബിലാലിൻ. അപ്പോഴാണ് വാവ് കൊണ്ട് റഫ് ചെയ്യുക കേട്ടോ. ഇത് മുലാഫായിട്ട് വരുമ്പോഴാണ്, റൂള് മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ഉപ്പ എന്നുള്ള യാമുത്തക്കലിമിലേക്ക് ചേർക്കുമ്പോൾ ഈ റൂള് ചെയ്യാൻ പറ്റില്ല, വാവ് കൊണ്ട് റഫ് ചെയ്യാൻ പറ്റൂല. ജാ അബീ പറ്റുമോ? ഇല്ല, അവിടെ അബീന്ന് വരുള്ളൂ. അത് എവിടെ വന്നാലും റഫായാലും നസ്ബായാലും ജറായാലും എവിടെയും അബീന്ന് തന്നെ വരുള്ളൂ. അങ്ങനെയാണ്. യാമുത്തക്കലിമിലേക്ക് എന്ത് ചേർത്താലും അതിന് മാച്ചായിട്ടുള്ള കെസ്റയാണ് വരിക. അപ്പോൾ 2 കണ്ടീഷൻ ആലോചിക്കണം. ഈ നാമങ്ങൾ മുലാഫായി വരുമ്പോൾ, പിന്നെ യാമുത്തക്കല്ലിമിലേക്ക് ചേർക്കാത്തപ്പോൾ റഫ് ചെയ്യുന്നത് വാവ് കൊണ്ടും നസ്ബ് ചെയ്യുന്നത് അലിഫ് കൊണ്ടും ജറ് ചെയ്യുന്നത് യാ കൊണ്ടും ആണ് എന്നുള്ള റൂൾ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഇതൊക്കെ ആലോചിച്ചാൽ മതി. അബുവൊക്കെ നല്ല എളുപ്പമാണ് ആലോചിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുന്നത് എങ്ങനെ? യാ അബാ ഹുറൈറ, അബാ ഹുറൈറ. അപ്പോൾ അബാ എന്നുള്ളത് എന്താ? മുനാദ മൻസൂബുൻ. കണ്ട, നസ്ബ് ചെയ്തിരിക്കുന്നത് അലിഫ് കൊണ്ട്, അബാ. പിന്നെ അൻ അബി ഹുറൈറ, കണ്ടോ? അബി ഹുറൈറ, അൻ എന്നുള്ള പ്രിപ്പോസിഷൻ ഹർഫു ജറു വന്നപ്പോൾ അബി, യാ കൊണ്ട് ജറു ചെയ്തു, കണ്ടോ? പിന്നെ അബൂ ഹുറൈറ, വാവ് കൊണ്ട് എന്താണ്? റഫ് ചെയ്തു. ഹദ അബൂ ഹുറൈറ, അബൂ, കണ്ടോ? ഖബറുൻ മർഫൂൻ, വാവ് കൊണ്ട് റഫ് ചെയ്തു. ഇതൊക്കെ അല്ലേ നമ്മൾ പഠിച്ചതാണ്? ഇതൊക്കെ അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ബുക്കിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് സൂനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അബുനും അഹുനും നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പഠിക്കാത്തത് സൂ ആണ്. സൂ എന്ന് പറഞ്ഞാൽ ഉള്ള എന്നാണ് അർത്ഥം. ഉള്ള എന്നാണ് ദൂവിൻ്റെ അർത്ഥം. സ്വാഹിബ് എന്നാണ് അർത്ഥം. സ്വാഹിബ്, ഉള്ള എന്നൊക്കെയാണ് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് ഞാൻ അയച്ചിട്ടുണ്ട്. റെഡ് ടെക്സ്റ്റ് ബുക്കാണ് വാങ്ങിച്ചതെങ്കിൽ അതിൽ പേജ് നമ്പർ ദൂ വരുന്നത് എവിടെയാ? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തത് പേജ് നമ്പർ 11. പിന്നെ ഇപ്പോൾ ദൂ വരുന്നത് പേജ് നമ്പർ 12ൻ്റെ 3-ാമത്തെ കേട്ടാ. ദു, ദിസ് വേർഡ് മീൻസ് ഹാവിങ് ഓർ പൊസസിങ്. ഉള്ള, മാലിക്, സ്വാഹിബ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഉള്ള എന്നാണ് അർത്ഥം. ഇത് എപ്പോഴും മുലാഫായിട്ടാണ് വരിക. മുലാഫായിട്ടാണ് ഇത് വരിക. അപ്പോൾ അതിന് ശേഷം എന്തുണ്ടാവും? മുലാഫുൻ ഇലേഹി ഉണ്ടാകും. അതെന്തായിരിക്കും? മജ്റൂറായിരിക്കും അല്ലേ? എന്തുള്ളത്? സമ്പത്തുള്ളവൻ, ദൂ മാലിൻ, അറിവുള്ളവൻ, ദൂ ഇൽമിൻ. പിന്നെ അങ്ങനെ നമുക്ക് സ്വഭാവമുള്ളവൻ, ദൂ ഖുലുഖിൻ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം കേട്ടോ. ദൂ ഖുലുഖിൻ. പിന്നെ ഇൽമുൻ, പിന്നെ വെളിച്ചമുള്ളവൻ. നമ്മൾ ഇത് പറയാറില്ലേ, ഓരോ ഇവരുടെ പേരൊക്കെ പറയുമ്പോൾ 2 വെളിച്ചമുള്ളവൻ എന്ന് പറയില്ലേ? ദുന്നൂറൈൻ. ആരെ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറയാറില്ലേ? നബിൻ്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച ദുന്നൂറൈൻ, നൂറൈൻ. ഒന്ന് കേട്ടാക്കണേ. നൂറൈൻ എന്ന് പറഞ്ഞാൽ 2 വെളിച്ചം. ദു എന്ന് പറഞ്ഞാൽ ഉള്ളത്, കണ്ടില്ലേ? അതുപോലെ ദുൽ ഖർനൈൻ, 2 കർണുള്ളത്, അല്ലെങ്കിൽ 2 കർണുള്ളത് ദുൽ ഖർനൈൻ. പിന്നെ ഇതാ ദു വെച്ചിട്ട് ദുന്നൂൻ. നൂൻ എന്ന് പറഞ്ഞാൽ ഹൂത്ത്, ഫിഷ്. എന്നിട്ട് യൂനുസ് അലൈഹി ഇസ്ലാമിനെ പറയാറുണ്ട് ദുന്നൂൻ. ഇങ്ങനെ ദൂ വെച്ചിട്ട് ഉള്ളത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ദൂ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത് മുലാഫായിട്ടാണ് വരിക. അത് റഫ് ചെയ്യുന്നത് വാവ് കൊണ്ട്, നസ്ബ് ചെയ്യുന്നത് യാ കൊണ്ട്. നസ്ബല്ലല്ലോ, കറക്റ്റായോ? നസ്ബല്ല, ജറ് ചെയ്യുന്നത് യാ കൊണ്ട്,
നെസ്ബ് ചെയ്യുന്നത് അലിഫ് കൊണ്ട്. അലിഫ് കൊണ്ട്. അപ്പൊ ദു ദ ദി എന്നൊക്കെ വരും. ദു എന്ന് പറയുമ്പോൾ ദു റഫ്, ദ നെസ്ബ്, ദി ജർ. ഇപ്പൊ ജാ ദു മാലിൻ സമ്പത്തുള്ളവൻ വന്നു. ദു മാലിൻ സമ്പത്തുള്ളവൻ. ദു അതിനുശേഷം മുദാഫിനിലേക്ക് വരും. ജാ ദു മാലിൻ ജാ വന്നു. ഫേലുൻ മാലിൻ. ദു ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ വാവു. റഫിന്റെ അടയാളം വാവാണ്. കാരണം അത് മിൻ അസ്മാഇൽ ഖംസതി. റഅയ്തു ദാ മാലിൻ സമ്പത്തുള്ളവനെ ഞാൻ കണ്ടു. ദാ മഫൂലുൻ ബിഹി മൻസൂബുൻ നസ്ബിന്റെ അടയാളം അലിഫ്. കാരണം അത് അസ്മാഉൽ ഖംസയാണ്. സല്ലംതു അലാ ദീ മാലിൻ സമ്പത്തുള്ളവനോട് ഞാൻ സലാം പറഞ്ഞു. അലക്ക് ശേഷം ദീ, അതെന്താ ദീ എന്നുള്ളത് ഇസ്മുൻ മജ്റൂറുൻ ജറിന്റെ അടയാളം അൽ യാഉ. കാരണം അത് അസ്മാഉൽ ഖംസയിൽ പെട്ടതാണ്. കിട്ടിയില്ലേ? ദൂ മനസ്സിലായില്ലേ? ദൂനെ പറ്റി മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തത് പറയാനുള്ളത് ദൂ. അപ്പൊ ദൂ എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് സമ്പത്തുള്ളവൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരാളല്ലേ നമ്മൾ പറഞ്ഞത്? സമ്പത്തുള്ളവൻ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഒരു പെണ്ണാണെങ്കിലാ? സമ്പത്തുള്ളവളാണെങ്കിലാ? ദാതു. ദൂന് പെണ്ണാവുമ്പോ ദാതു എന്നാണ് വരിക കേട്ടാ. ദു ഒരു പുരുഷൻ, ദാതു ഒരു സ്ത്രീ. ദാതു സമ്പത്ത് അല്ല, ദാതു പറഞ്ഞാൽ ഉള്ളവൾ എന്നർത്ഥം. ദു എന്ന് പറഞ്ഞാൽ ഉള്ളവൻ, സ്വാഹിബ, മാലിക എന്നൊക്കെ പറയാം. ഉള്ളവൾ ദാതു. അപ്പൊ ദൂന്റെ ബഹുവചനം ഉള്ളവർ എന്ന് പറയുമ്പോഴാ ദവൂ. ദവൂ ഉള്ളവൾ എന്ന് പറയുമ്പോൾ ദവൂ. കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ദാത്തുവിന്റെ ഉദാഹരണം നോക്കിയേ. ബിലാലുൻ ദു ഇൽമിൻ ബിലാൽ അറിവുള്ളവനാകുന്നു. അവിടെ ദു. വ ഉഖ്തുഹു ദാതു ഖുലുഖിൻ അവന്റെ സഹോദരി ദാതു ഖുലുഖിൻ സ്വഭാവമുള്ളവളാണ്, നല്ല സ്വഭാവമുള്ളവളാണ്. പെണ്ണായതുകൊണ്ട് പെണ്ണിനാണ് അതുള്ളത്. അപ്പൊ ദാതു ഉള്ളവൾ, ദാതു ഖുലുഖിൻ. അതിന്റെ കേട്ടാ പേജ് നമ്പർ 12 ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. ഇനി ദൂന്റെ ബഹുവചനം ഉള്ളവർ എന്ന് പറയണമെങ്കിൽ ദവൂ എന്നാണ്. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഹാദ ത്വാലിബു ദൂ ഖുലുഖിൻ ഈ വിദ്യാർത്ഥിക്ക് നല്ല സ്വഭാവമുള്ളവനാണ്. അതിന്റെ ബഹുവചനാക്കുമ്പോൾ ഹഉലാഇ തുല്ലാബു ദവൂ ഖുലുഖിൻ ഈ വിദ്യാർത്ഥികൾ അവർ നല്ല സ്വഭാവം ഉള്ളവർ ആണ്. ദവൂ. ഇനി ദാത്തു ആണ് പെണ്ണിനെ പറയാ. ഒരു സ്ത്രീനെ ദവാത്തു എന്നാണ് എന്തിനു പറയാ? കുറേ സ്ത്രീകൾ ഉള്ളവർ, സ്ത്രീകളാട്ടാ ഉള്ളവർ. ഓക്കെ. ഹാദിഹി ത്വാലിബത്തു ദാത്തു ഖുലുഖിൻ ഈ വിദ്യാർത്ഥിനി നല്ല സ്വഭാവം ഉള്ളവളാണ്. ഹഉലാഇ ത്വാലിബാത്തു ദവാത്തു ഖുലുഖിൻ ഈ വിദ്യാർത്ഥികൾ നല്ല സ്വഭാവം ഉള്ളവർ ആകുന്നു. നോട്ട് അയച്ചിട്ടുണ്ടേ. സംശയങ്ങളുണ്ടോ? വായിച്ചു നോക്കിയേ. എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ചോദിച്ചേ. അല്ലേ? മറ്റേത് പിന്നെന്താ പറഞ്ഞേ? ഗ്രൂപ്പ് ബുക്കിലുണ്ടാവും കേട്ടോ നിങ്ങളുടെ. സെക്കൻഡ് അല്ല തേർഡ് ബാച്ചുകാർക്ക് ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച്. എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? സംശയം എന്ന് വെച്ചാൽ അത് കിട്ടായികയാണെങ്കിൽ കുഴപ്പമില്ല, അത് കുറച്ച് കഴിഞ്ഞ് ഉപയോഗിച്ച് ശരിയാവും കേട്ടോ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടോ മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടാവുള്ള എന്നൊക്കെ പറയുമ്പോൾ ദൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം മുലാഫിൻ ഇലൈഹി വരും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? നമുക്ക് ഇനിയും ടൈം ഉണ്ട് അല്ലേ? മനസ്സിലായി. നമ്മള് വാവിന്റെ അർത്ഥം എന്താ പറയുന്നത്? വാ ജാ മുഹമ്മദുൻ വ അഹ്മദുൻ വാവിന്റെ അർത്ഥം എന്താ? വാ ആൻഡ്. ഔവിന്റെ അർത്ഥോ? ഔ പഠിച്ചിട്ടുണ്ടോ? ഓറാണ്. ഓർന്നാണ് കേട്ടാ. എന്താ ഓർന്ന് അറിയില്ല? എന്താ പറയാ ഓർന്ന് പറഞ്ഞ മലയാളം എന്ന് പറഞ്ഞേ? അഥവാ എന്നൊക്കെ പറയില്ലേ? അഥവാ അതും ഹത്തിന്റെ അക്ഷരമാണ്. അതുപോലെ മറ്റൊന്നാണ് അം എന്നുള്ളത്. അം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? അവിന്റെ സെയിം മീനിങ് ആണ് അമ്മിനും. അവിന്റെ
സെയിം മീനിങ് ആണ് എന്തിന്? അമ്മിനും. അവിനും അമ്മിനും അതേ അർത്ഥമാണുള്ളത് കേട്ടോ. അവിൻ്റെ അതേ അർത്ഥം തന്നെയാണ് അമ്മിനും. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ഔ എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ, ഒരു വാചകത്തിലും എന്നുള്ളത് ഒരു ചോദ്യത്തിലുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഔ എന്നുള്ളത് ഒരു വാചകത്തിലും എന്നുള്ളത് ഒരു ചോദ്യത്തിലുമാണ് ഉപയോഗിക്കുക. നോക്കട്ടെ കേട്ടോ, അതന്നെയല്ലേ നോട്ട്? കറക്റ്റാ. ഇവിടെ നോട്ട് ഞാൻ അയക്കണ്ടേ. അതായത് ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. അത് കേട്ടോ. അസിന്ത ഒന്ന് മ്യൂട്ടേക്കണേ. അസിന്ത ഒന്ന് മ്യൂട്ടാക്കണേ. സംസാരിച്ച് കഴിഞ്ഞിട്ട് ടൈം തരാം കേട്ടോ. ആ തൊബീബുൻ അൻത അം മുഹന്ദിസുൻ. താങ്കൾ ആ തൊബീബുൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, അൻത നീ. അപ്പോൾ നീ ഡോക്ടർ. ആ തൊബീബുൻ നീ ഡോക്ടറാണോ? അതല്ല മുഹന്ദിസുൻ എൻജിനീയർ ആണോ? ആർ യു എ ഡോക്ടർ ഓർ എൻ എൻജിനീയർ? നീ ഒരു ഡോക്ടറാണോ അതോ ഒരു എൻജിനീയർ ആണോ? രണ്ട് ഓപ്ഷൻ കണ്ടോ? ഓക്കെ, അടുത്തത് കൊടുത്തു നോക്കിയേ. ആ മിൻ ഫറൻസ ഹുവ. മിൻ ഫറൻസ, ഫിറൻസ അല്ലേ? ഫറൻസയും പറയട്ടാ. മിൻ ഫറൻസ, ഫ്രാൻസിൽ നിന്നാണോ അവൻ? മിൻ അൽമാനിയ, ജപ്പാനിൽ നിന്നാണോ? ആ ബിലാലുൻ റഅയ്ത, ബിലാല് റഅയ്ത നീ കണ്ടു, ബിലാലിനെ നീ കണ്ടോ? ഹാമിദൻ, അപ്പം നീ ബിലാലിനെയാണോ കണ്ടത് ഹാമിദിനെയാണോ കണ്ടത്? നോട്ട് ദാറ്റ് ദ പാർട്ടിക്കിൾ ഹംസ ഹർഫുൽ ഇസ്തിഫാം പ്രൊസീഡഡ് വൺ ഓഫ് ദ ടു തിങ്സ് അബൌട്ട് വിച്ച് ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് വൈൽ പ്രൊസീഡഡ് ദ അതർ. അതായത് രണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓർ എന്നുള്ള അർത്ഥത്തിൽ, അഥവാ എന്നുള്ള അർത്ഥത്തിൽ അവും അമ്മും ഉപയോഗിക്കും. ഇത് ഹർഫു അത്ഫാണ്. ഔ എന്നത് സാധാരണ വാചകത്തിൽ ഉപയോഗിക്കുന്നു. റഅയ്തു ബിലാൽ, ഇത് ഞാൻ നോട്ടാണ് വായിക്കുന്നത്, ഞാൻ അയച്ച നോട്ട് കേട്ടോ. റഅയ്തു ബിലാലൻ ഔ ഹാമിദൻ. റഅയ്തു ഞാൻ കണ്ടു, ബിലാലിനെ ഔ ഹാമിദൻ ബിലാലിനെ അതോ ഹാമിദിനെയോ ഞാൻ കണ്ടു. അപ്പോൾ പറയുന്ന ആൾക്ക് വ്യക്തമായിട്ടില്ല. ഇനി എന്നുള്ളത് ചോദ്യത്തിലാണ് ഉപയോഗിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഹാമിദിനെയാണോ ബിലാലിനെയാണോ നീ കണ്ടത്? അവിടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഓപ്ഷനുള്ള ചോദ്യം നമ്മൾ ഏത് പാറ്റേണിൽ ഉപയോഗിക്കാം? ഇങ്ങനെ ചോദ്യം അതാണോ അതോ ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഹർഫുൽ ഇസ്തിഫാം ഇടാം, എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ പറയാം, എന്നിട്ട് പിന്നെ ബാക്കി എന്താ വെച്ചാൽ പറഞ്ഞിട്ട് അമ്മിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ പറയണം. ഓക്കെ, അങ്ങനെ കൊടുക്കണം. ഇവിടെ നോക്കി നിങ്ങൾ, ഡോക്ടറാണോ നീ എൻജിനീയർ ആണോ? അപ്പോൾ ഹംസക്ക് ശേഷം ആദ്യത്തെ ഓപ്ഷൻ ഡോക്ടർ, എന്നിട്ട് അൻത പറഞ്ഞിട്ട് മുഹന്ദിസുൻ, അമ്മിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ. കണ്ടോ? ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ എന്താ പറയുന്നത്? അവൻ ഫ്രാൻസിൽ നിന്നാണോ ജർമ്മനിയിൽ നിന്നാണോ? ഹംസക്ക് ശേഷം ഫ്രാൻസിൽ നിന്നാണോ ഫസ്റ്റ് ഓപ്ഷൻ, അമ്മിന് ശേഷം ജർമ്മനിയിൽ നിന്നാണോ? മിനൽ അൽമാനിയ. ഇനി നീ കണ്ടത് ബിലാലിനെയാണോ? ബിലാൽ ആദ്യത്തെ ഓപ്ഷൻ, ഹംസക്ക് ശേഷം ബിലാലൻ, പിന്നെ അമ്മിന് ശേഷം ഹാമിദൻ രണ്ടാമത്തെ ഓപ്ഷൻ. കണ്ടോ? ഇനി ആ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും കൊടുത്തിട്ടുണ്ട്, അന്ത മുദരിസുൻ താലിബുൻ, നീ വിദ്യാർത്ഥിയാണോ അതോ അന്ത മുദരിസുൻ നീ താലിബുൻ, നീ മുദരിസാണോ അതോ താലിബാണോ? അങ്ങനെ പറയുമ്പോൾ ഓപ്ഷൻ കറക്റ്റ് ആയില്ലല്ലോ അല്ലേ? അദഹബ്ത ഇല മക്കത അം അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രൊസീഡഡ് ബൈ ദ അതർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹമ്മിന് ശേഷം നീ അധ്യാപകനാണോ അതോ നീ അന്ത മുദരിസ്, നീ അധ്യാപകനാണോ? നീയാണോ അധ്യാപകൻ അതോ നീയാണോ അധ്യാപകൻ? അതല്ല പിന്നെ റോങ് പറയുന്നുണ്ട് അല്ലേ? ശരി ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ ഇവിടെ. അത് കറക്റ്റ് ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? സോ ഇറ്റ് ഈസ് റോങ് ടു സേ. മുകളിൽ വായിച്ചില്ല, അത് റോങ് ആണെന്ന്, അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഞാനതൊരു നോക്കുന്നത് ഇപ്പം എന്തെങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അദഹബ്ത ഇല മക്കത അം ജുദ്ദത, അങ്ങനെ പറയാൻ പാടില്ല. ദ കറക്റ്റ് കൺസ്ട്രക്ഷൻ ഈസ് മുദരിസുൻ അന്ത അം താലിബുൻ. ഇല മക്കത ദഹബ്ത അം ഇല ജുദ്ദത, മക്കയിലേക്കാണോ നീ പോയത് അതല്ല ജിദ്ദയിലേക്കാണോ? ഇനി നോൺ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലാണെങ്കിൽ, ചോദ്യത്തിലല്ലെങ്കിൽ ഔ ഉപയോഗിക്കാം. ഹുദ് ഹാദ ഔ ദാക. ഹുദ് നീ എടുക്ക്, ടേക്ക് ദിസ്. ഹാദ ഇത്, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ അത് എടുക്ക്. റഅയ്തു സലാസത്തൻ ഔ അർബഅത്തൻ, ഞാൻ മൂന്നെണ്ണത്തിനെയോ അല്ലെങ്കിൽ നാലെണ്ണത്തിനെയോ കണ്ടു, നാലിനെയോ കണ്ടു, മൂന്നിനോ നാലിനെ കണ്ടു. ഹറജ ബിലാലുൻ ഔ ഹാമിദുൻ, ബിലാലോ ഹാമിദോ പുറത്തു പോയി. കണ്ടോ? കറക്റ്റ് അല്ലേ? അത് ക്ലിയർ ആയില്ലേ?